ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോ അനലിറ്റിക്കൽ തിയറിയാണ്. ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയ കാര്യങ്ങൾ, ഒന്ന് സൈക്കോ ഡൈനാമിക് തിയറിയും സൈക്കോ അനലിറ്റിക്കൽ തിയറിയും തമ്മിലുള്ള വ്യത്യാസം, രണ്ടാമത്തെ പോയിൻ്റ് ടോപ്പോഗ്രാഫിക് മോഡൽ നോക്കി, 3 സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി നോക്കി, 4 ഡയനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി, അതായത് നമ്മുടെ ഈറോസ്, തനറ്റോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കി. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളാണ്. അതായത് ആങ്സൈറ്റി, ഡിഫെൻസ് മെക്കാനിസം, സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്. അപ്പോൾ നമുക്ക് ആങ്സൈറ്റിയിൽ നിന്ന് തുടങ്ങാം. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഫ്രോയിഡിൻ്റെ തിയറിയിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ആങ്സൈറ്റിയെ പോലെ തന്നെ ബാക്കി 2 കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. 1 അഗ്രഷനും 2 സെക്സും. ഈ 2 കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിനകത്ത് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആങ്സൈറ്റി എന്താണെന്ന് നോക്കാം. ആങ്സൈറ്റിയെ പറ്റി ജസ്റ്റ് പുസ്തകത്തിനകത്ത് മെൻഷൻ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഞാൻ ജസ്റ്റ് അതൊന്ന് വിശദീകരിക്കാം. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ഈ അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മുടെ ഈഗോയ്ക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചേഴ്സിനകത്ത് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈഗോയ്ക്കാണ് നമ്മുടെ ആങ്സൈറ്റിയെ എക്സ്പീരിയൻസ് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ടാവുന്നതിന് 3 റീസൺസാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആങ്സൈറ്റികളെ നമ്മൾക്ക് 3ആയിട്ട് തരംതിരിക്കാനും സാധിക്കും. ഒന്നാമത്താണ് റിയലിസ്റ്റിക് ആങ്സൈറ്റി. അപ്പോൾ റിയലായിട്ടുള്ള ഒരു അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ത്രെഡിൽ നിന്നുണ്ടാവുന്ന ആങ്സൈറ്റിയാണ് നമ്മൾ റിയലിസ്റ്റിക് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഹെവി ആയിട്ടുള്ള ട്രാഫിക്കുള്ള ഒരു റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് ഈ ഒരു ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ആങ്സൈറ്റിയാണ് ന്യൂറോട്ടിക് ആങ്സൈറ്റി. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇതും ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ന്യൂറോട്ടിക് ആങ്സൈറ്റിയുടെ കാരണം എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ പലപ്പോഴും ഇതിൻ്റെ ഇമ്പൾസുകൾ മനസ്സിലേക്ക് വരുമ്പം ഈഗോ ഡിഫെൻസ് മെക്കാനിസത്തിലൂടെ അതൊക്കെ തന്നെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അവിടുന്ന് ഡിസപ്പിയർ ആയി പോകുന്നില്ല, അത് അവിടെ തന്നെ കിടക്കും. ചില സന്ദർഭങ്ങളിലേക്ക് അത് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ആങ്സൈറ്റികളെയാണ് നമ്മൾ ന്യൂറോട്ടിക് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അടുത്ത ആങ്സൈറ്റിയാണ് മോറൽ ആങ്സൈറ്റി. മോറൽ ആങ്സൈറ്റി ഉണ്ടാവുന്നത് ഈഗോയും സൂപ്പർ ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലൂടെയാണ്. അപ്പം എന്താണ് ഈ മോറൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ സൂപ്പർ ഈഗോയിൽ കിടക്കുന്ന വാല്യൂസിന് യോജിക്കാത്ത വിധത്തിൽ നമുക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും പെരുമാറേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു. അവിടെ നമുക്ക് ചീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ എക്സാമിൽ വിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ അനുഭവിക്കുന്ന ഒരു ആങ്സൈറ്റിനെ പറയുന്ന പേരാണ് മോറൽ ആങ്സൈറ്റി. അപ്പോൾ നമ്മൾ ഈ ആങ്സൈറ്റി ഉണ്ടാവുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കി. അപ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആങ്സൈറ്റിയെ മാനേജ് ചെയ്യുന്നത്, ആരാണ് മാനേജ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗത്തെ പറയുന്ന പേരാണ് ഈഗോ. ഈഗോ ആണ് ഈ ആങ്സൈറ്റിനെ മാനേജ് ചെയ്യുന്നത്. ഈഗോ ഈ ആങ്സൈറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെയാണ് നമ്മൾ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഡിഫെൻസ് മെക്കാനിസം തന്നെ പല വിധത്തിലുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മുടെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഒന്നാമതായിട്ട് നോക്കാനുള്ളത് ഡിനയലാണ്. പിന്നെ റിപ്രഷനുണ്ട്, റിഗ്രഷനുണ്ട്, റിയാക്ഷൻ ഫോർമേഷനുണ്ട്, പ്രൊജക്ഷനുണ്ട്, റാഷണലൈസേഷനുണ്ട്, ഇൻ്റലക്ച്വലൈസേഷനുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റുണ്ട്, സബ്ലിമേഷനുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക. കാരണം പലപ്പോഴും പല കോമ്പറ്റേറ്റീവ് എക്സാമിനും അടക്കം ഇത്തരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസംസ് ചോദിച്ച് കാണാറുണ്ട്. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒന്നാമതായിട്ട് ഡിനയൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ ആങ്സൈറ്റി പ്രൊഡ്യൂസിങ് സോഴ്സിനെ നമ്മൾ ഡിനൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിനയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് സിവിയർ ആയിട്ടൊരു ഒരു ഡിസോർഡർ ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ആ ഡിസോർഡറിനെ അല്ലെങ്കിൽ ഡിസീസിനെ അങ്ങ് കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്നതിനെയാണ് നമുക്ക് ഡിനയൽ എന്ന് പറയുന്ന ഡിഫെൻസ് മെക്കാനിസമായിട്ട് കരുതാം.
ഇനി അടുത്താണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ്, മെമ്മറീസ് ഇതൊക്കെ തന്നെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസിലേക്ക് പുഷ് ഡൗൺ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അത് അൺകോൺഷ്യസ്ലി നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് റിപ്രഷൻ എന്ന് പറയാണ്ടി പറ്റും. ഇപ്പോൾ ഒരു ചൈൽഡിന് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്നു. ആ ഭയങ്കരമായിട്ടൊരു ട്രോമാറ്റിക് ആയിട്ടൊരു എക്സ്പീരിയൻസാണ്. ആ ഒരു കുട്ടി അങ്ങനെ ഒരു ഈവൻറ്റ് നടന്നതായിട്ട് പോലും മറന്നു പോകുന്നു. അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചില സിറ്റുവേഷനെങ്കിലും ചില ആളുകൾ വളരെ ചൈൽഡിഷായിട്ട് പെരുമാറുന്ന കാണാം. ചില സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ ചൈൽഡിഷായിട്ട് പെരുമാറുന്ന കാണാം. ഈ ഒരു ഡിഫൻസ് ഇതിനെയാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് മൂവിങ് ബാക്ക് ടു ആൻ ഏർലി സ്റ്റേജ്. ആ ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ്ലി എക്സ്പ്രസിങ് ദി ഓപ്പോസിറ്റ് ഇമോഷൻ എന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരാളോട് ദേഷ്യമോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അയാളോട് ഭയങ്കര ചിരിച്ചോ അല്ലെ സ്നേഹത്തോടെയൊക്കെ ആയിരിക്കും നമ്മൾ അൺകോൺഷ്യസ്ലി തന്നെ ഇടപെടുന്നത്. ഇതിനെ നമുക്ക് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയാം. അടുത്താണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമ്പൾസസ്, തോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേറൊരാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒരു അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഹസ്ബൻഡ് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ അൺഫെയ്ത്ത്ഫുൾ ആയിട്ട് പുള്ളിയുടെ വൈഫാണ് അൺഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നു. അപ്പോൾ അയാളുടെ ഒരു കുറ്റം വേറൊരാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് മറ്റേ ആംഗ്രിയുള്ള കേസിൽ ആ മനുഷ്യൻ പറയുന്നു, ഓക്കെ ഞാനല്ല ആംഗ്രി, ഇവനാണ് ആംഗ്രി, ഞാനല്ല. ഇനി അടുത്താണ് റാഷണലൈസേഷൻ. അതായത് നമ്മൾ ചെയ്ത ഒരു തെറ്റിന് നമ്മൾ എന്ത് ചെയ്തു, പിന്നീട് അതിനൊരു റാഷണാലിറ്റി കണ്ടെത്തുന്നതിനാണ് നമുക്ക് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളതിനെ റാഷണലൈസ് ചെയ്യുകയാണ്. ശരിക്കും അതൊരു അബദ്ധമായിട്ട് സംഭവിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു മണ്ടത്തരമായിരിക്കും, അല്ലെങ്കിൽ തെറ്റ് പറ്റിയതായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ അതിന് ശേഷം പിന്നീട് നമ്മൾ ആലോചിക്കുകയാണ്, ഓക്കെ അത് ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ടാണ് അത് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു റാഷണാലിറ്റി, ഒരു ലോജിക്ക് നമ്മൾ കണ്ടെത്തുന്നതിനാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു ഉദാഹരണം നോക്കാം. അതായത് ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ നമ്മളെ ബ്രേക്കപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയും, ബ്രേക്കപ്പ് ചെയ്തത് നന്നായി, എനിക്കല്ലല്ലോ അവനെ ഇഷ്ടമില്ലായിരുന്നു എന്ന് നമ്മളങ്ങ് അതിനൊരു റാഷണാലിറ്റി കണ്ടെത്തുന്നു. ഓക്കെ, അടുത്താണ് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന സ്ട്രെസ്ഫുൾ ഇവൻറ്റുകളുടെ ഇമോഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ഇമോഷണൽ ആസ്പെക്ട്സിൽ നിന്ന് അൺകോൺഷ്യസ്ലി തന്നെ ലോജിക്കൽ ആസ്പെക്ട്സിലേക്ക് നമ്മുടെ ഫോക്കസിനെ ഡൈവേർട്ട് ചെയ്യുന്നതിനെയാണ് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഒരാൾക്ക് ഭയങ്കരമായിട്ടൊരു ക്യാൻസർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ക്യാൻസർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര സങ്കടവും അങ്ങനെയുള്ള ഫീലിങ്സൊക്കെയാണ് ഉണ്ടാവേണ്ടത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്നതിന് പകരം അതിനെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് വളരെ ആ ക്യാൻസറിനെ പറ്റി പഠിച്ച ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ വളരെ എക്സ്പെർട്ട് എന്ന നിലയിൽ അതിൻ്റെ ലോജിക്കാലിറ്റിയെ സംബന്ധിച്ച്, അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച്, അതെങ്ങനെ ഡീൽ ചെയ്യാമെന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് അതിൻ്റെ ലോജിക്കാലിറ്റി കൂടുതൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് നമുക്കൊരു ഇൻ്റലക്ച്വലൈസേഷൻ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയാം. അടുത്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഷിഫ്റ്റിംഗ് എ ഫീലിംഗ് ഓർ ഇമ്പൾസ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ടാർഗറ്റ് ടു എ സേഫർ ഓർ ലെസ് ത്രെട്ടനിങ് വൺ. അതായത് നമ്മുടെ ഒരു ഫീലിങ്ങിനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കാരണമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് മാറ്റി ലെസ് ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് മലയാളത്തിലൊക്കെ അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ചിലപ്പം അങ്ങാടിയിലൊരു തല്ലുകൂടി അതിനകത്ത് നമ്മൾ തോറ്റു പോകും. പക്ഷെ നമ്മൾ ആ ഒരു ദേഷ്യം അവിടെ കാണിക്കത്തില്ല, വീട്ടിൽ വന്നിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം വീട്ടിൽ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയോ അല്ലെ മക്കളോ അമ്മയോ ഒന്നും തന്നെ അങ്ങനെ തിരിച്ച് പ്രത്യേകിച്ചൊന്നും പറയത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, അത്രയും പ്രശ്നമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെയായിരിക്കും ചെയ്യുന്നത്. വേറൊരു ടിപ്പിക്കലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബോസിൻ്റെ മുന്നിൽ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും
പ്രോജക്റ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ബോസിൻ്റെ വായിരിക്കും മുഴുവൻ കേട്ട് ബോസിനോട് തിരിച്ച് നമുക്ക് നീ പോടാ, നിൻ്റെ പണി നോക്കി പോടാ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ തിരിച്ച് വന്നിട്ട് അവിടെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാകും. ആ ചെടിച്ചട്ടിയോടായിരിക്കും ഒന്നെങ്കിൽ ദേഷ്യം നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഭാര്യയോടായിരിക്കും ദേഷ്യം, അല്ലെങ്കിൽ മക്കളോടായിരിക്കും ദേഷ്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയോടായിരിക്കും നമ്മൾ ദേഷ്യം കാണിക്കുന്നത്. ഇതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് ഇംപൾസ് ഇൻറ്റു സംതിങ് കൺസ്ട്രക്റ്റീവ്. ഇവിടെ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ അതായത് നമ്മുടെ ഒരു ഇമ്പൾസിനെ, അതൊരു ബാഡായിട്ടുള്ള ഇമ്പൾസ് ആവാം, ആ ഇമ്പൾസിനെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഒരാൾ എങ്ങനെയായിരിക്കും ഒരു അഗ്രസീവായിട്ടുള്ള, അതായത് ഒരു വളരെ അഗ്രസീവായിട്ടുള്ള നേച്ചറുള്ള അയാളുടെ അഗ്രസീവ് എന്ന് പറയുന്നത് ഒരു ബാഡായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. ആ ടെൻഡൻസിനെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അയാൾ സ്പോർട്സിലൊക്കെ ഈ ഒരു അഗ്രസീവ് ടെൻഡൻസി ഉപയോഗിക്കുക. ഇപ്പോൾ ബോക്സർ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റം ചെയ്യുക. അങ്ങനെ ആ ഒരു അഗ്രസീവായിട്ടുള്ള സാധനത്തെ നമ്മൾ വേറൊരു ഇതിലേക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഒന്നിലേക്ക് ചാനലൈസ് ചെയ്ത് വിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസം കൂടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, നമുക്ക് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ് ഇനി നോക്കാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ നോക്കാം.